നമ്മെ വിട്ട് പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ദൈവരാശിയുടെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പാകെ അതീവ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ, കുഞ്ഞുങ്ങൾ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ഇന്ത്യ ദൈവസഭയുടെയും മറ്റ് ഇതര സഭകളുടെയും ആദരണീയരായ കർത്തൃദാസന്മാർ, സ്നേഹിതർ, വൈദിക ശ്രേഷ്ഠര്, ചുമതലപ്പെട്ടവർ എല്ലാവരെയും സർവജ്ഞനായ ദൈവം അനുഗ്രഹിക്കുകയും തുടർന്നും ഈ ഭവനത്തിലെയും ദൈവസഭയുടെ സെമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷയും പ്രത്യാശ വർദ്ധിച്ചു വരുവാൻ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർത്തയറിഞ്ഞ് കുടുംബാംഗങ്ങളെയും ഇന്നേ ദിവസം നടക്കുന്ന ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിപ്പാൻ വ്യക്തിപരമായിട്ടും സഭയായിട്ടും ഇടയായി ഈ ഭവനവുമായിട്ടും ബന്ധുഭവനങ്ങളുമായിട്ടും അടുത്ത ആത്മീക ബന്ധമുണ്ട്. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വേറൊരു ശവസംസ്കാരത്തിൽ പങ്കുകൊള്ളണം. അതിനുശേഷമായിട്ട് ബൈബിൾ ക്ലാസ് ചർച്ച നടക്കുന്നു. വൈകിട്ട് നമ്മുടെ മത്താച്ചൻ്റെ അവിടെ കൺവെൻഷനുണ്ട്, അതുകൊണ്ട് അല്പം തിരക്കുണ്ട്. ഈ ദുഃഖത്തിൽ എളിയവനും തിരുവല്ലാഹപ്പുറം സഭയും പങ്കുചേരുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഒന്ന്, ഞാനും നിങ്ങളും ഈ വഴി കടന്നു പോകണം, പോയേ ഒക്കൂ. ആശാൻ്റെ വീണ പൂവ് എന്നൊരു പദ്യശകലമുണ്ട്. അതിൽ വളരെ നന്നായി പരിലസിച്ച പൂവ് താഴെ വീണു. അപ്പോൾ പറയുന്ന പദമുണ്ട്, ഹാ പുഷ്പമേ അധികത്തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞി കണക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിര സംശയം ഇന്ന് നിന്റെ ആഭൂതി അങ്ങ്. അപ്പോൾ എത്ര ഉന്നതന്മാരും എത്ര ശ്രേഷ്ഠന്മാരും എത്ര കുലീനന്മാരും ആണെങ്കിലും ഈ വഴി പോയേ ഒക്കൂ. മൂത്താബാക്കലെ ഉപദേശി പാടി, വണ്ണം പെരുത്താലും മണ്ണിനെരിയത് കണ്ണിൻ്റെ ഭംഗിയും മായമായ കൊട്ടാരമായാലും വിട്ടയം മതിയാകും കോട്ടയ്ക്കകത്തേക്കും മൃത്യുവല്ലും മരിക്കും നിശ്ചയം. തോട്ടത്തിൽ മേരി ബെനഞ്ഞയുടെ കവിത സ്കൂളിൽ പഠിച്ചവർക്കറിയാം. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതമൊന്നും ഒക്കത്തില്ല. നമ്മുടെ പോക്കും ഇരിപ്പും ഭാവവും സംസാരവും രീതിയും കണ്ടാൽ മരിക്കുകയല്ല, താല്പര്യമില്ലെന്നുള്ള രീതിയില്ല. ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഉന്നതനായൊരു മനുഷ്യൻ, വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹം രാവിലെ സോട്ടും കൂട്ടുമൊക്കെ ഇട്ട് സൂട്ട് കേസും പിടിച്ചിറങ്ങിയപ്പോൾ ഒരു ഉപദേശി ലഘുലേഖ കൊണ്ട് കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇതെന്തുവാ ലഘുലേഖ? സുവിശേഷം. നേരമില്ല, ബിസിയാന്ന് പറഞ്ഞു. നേരമില്ല, സമയമില്ല, ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയമില്ല. പുള്ളി തട്ടിയ ചങ്ങു ഉപദേശിക്ക് സങ്കടമായി. അതിനകത്ത് വേറൊരു കഥ. അത് കഴിഞ്ഞ് വേറൊരു പുള്ളി വന്നു. ഭാവനയാ, യമൻ കാലൻ കയറുമായിട്ടാണ് വന്നേ. അപ്പം പുള്ളി രാവിലെ ഇറങ്ങി വന്നപ്പം കയറുമായിട്ട് കാലം മാതൊക്കെ നിൽക്കുക. പറഞ്ഞോട്ട് വരാൻ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചു. കൊണ്ടുപോകാനാന്ന്. എനിക്ക് നേരമില്ലെന്ന്. പുള്ളി പറഞ്ഞു, എനിക്കും സമയമില്ല, നിന്നെ കഴിഞ്ഞ യാക്കോച്ചനെ കൊണ്ടുപോകണ പറയാം. അപ്പറേ വേവിച്ചത് നിപ്പുണ്ട്, എനിക്ക് നേരമില്ലാറാ ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെ കൊണ്ടാണ് ഞാൻ പോകുന്നുള്ളെന്ന്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സകല ആൾക്കാരും ഈ വഴി കടന്നു പോകണം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നില്ലേ, ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും ഇവിടെ ഇരിക്കുന്ന സകല എണ്ണവും മരിക്കാൻ ഒരുങ്ങണം. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടും. മരണത്തിൻ്റെ കരാളകസ്തം, മരണത്തിൻ്റെ തണുത്ത കരമെന്ന് തപ്പുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. അമ്മാമ്മയ്ക്ക് ആ ഭാഗ്യം സിദ്ധിച്ചു. കുഞ്ഞുങ്ങളും ആ ദൈവകൃപയിൽ വല്ലുന്നു. ബന്ധുമിത്രാദികളോടും കൂടപ്പെട്ടവരോട് ഉപദേശിക്കും എന്നുള്ള നിലയിൽ എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, കണ്ണടയുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാൻ ദീർഘമാക്കുന്നില്ല, ധാരാളം കാര്യം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പറഞ്ഞ്, ഇങ്ങനെയുള്ള സന്ദർഭം പറഞ്ഞാലേ നിങ്ങളെല്ലാം ഇരുന്ന് കേൾക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ ലഘുലേഖ കൊണ്ട് കൊടുത്താലേ പുള്ളി തട്ടിയതുപോലെ പോകും. പിന്നെ കാലം വന്ന് പുള്ളിയെ പരുവത്തിന് കൊണ്ടുപോകുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഇത് കേൾക്കുകയുള്ളൂ. ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് രാത്രി അമ്മാമ്മ ഈ ചെടിയുടെ കീഴിലോ ആ മുരിങ്ങയുടെ കീഴിലോ ആ മരത്തിൻ്റെ കീഴിലൊന്നും വന്ന് നിൽക്കുകയല്ല. കൊച്ചുങ്ങൾക്ക് അതറിയാം. ബോധക്കേടുകാർ പറയാം അമ്മാമ്മയാണെന്നാ തോന്നുന്നത്, ഇങ്ങോട്ട് വരികയല്ല. ഇനി വരുന്നത് ദാവീദ് പറഞ്ഞ പോലെ ഇങ്ങോട്ടല്ല, അവൻ എൻ്റെ എടുക്കല. ആമന് സ്തോത്രം. ഇനി എപ്പം വരുമെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ യേശു ക്രിസ്തു വീണ്ടും വരും, കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ച കോടി കോടി വിശുദ്ധന്മാർ പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരുമ്പോൾ മാന്യ കർത്തദാസി പുത്തൻ ശരീരത്തോടെ ഉയർത്തു വരും. ഈവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അലങ്കാര ഭാഷയിൽ സങ്കീർത്തനക്കാരൻ പാടുക, ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് പുറപ്പെട്ടു വരുന്നത് പോലെ കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരുന്ന സുന്ദര സുദിനത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കാം.
മാന്യ ദൈവരാശിയെ പ്രത്യാശയോടെ യാത്ര ചെയ്യിക്കാം. സമയമനുസരിച്ച കർത്തദാസനും കുടുംബാംഗങ്ങൾക്കും നന്ദി ചൊല്ലുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ പറയാം, നരകവും ഉണ്ട്, സ്വർഗവും ഉണ്ട്. നരകത്തിൽ പോകാൻ ഇപ്പൊ പോകുന്ന വഴി അങ്ങ് പോയാൽ മതി. സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ടത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു മാത്രം രക്ഷകൻ. അത് കരസ്ഥമാക്കുവാൻ ഏവർക്കും കൃപ നൽകട്ടെ. മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ടത് കൊണ്ട് ക്ഷമാപണത്തോടെ കടന്നു പോകുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.